ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് പെരിന്തൽമണ്ണയിലെ PSN ഹൈടെക് നഴ്സറിയുടെ വിസിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതാണ് പെരിന്തൽമണ്ണ PSN ഹൈടെക് നഴ്സറി. അപ്പോൾ ഇവിടെ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങൾ നമുക്ക് ബാക്കി കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ പ്ലാന്റിങ് ആൻഡ് ഗാർഡനിങ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും മറക്കരുത്. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷനായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെടികൾ തന്നെ മൊത്തം ഒരു ഡൈയിങ് സ്റ്റേജിലായിട്ടുണ്ടാവും എത്ര നമ്മൾ കെയർ ചെയ്തിട്ടും. പക്ഷേ ഇവിടുത്തെ ചെടികളൊക്കെ ഇപ്പോഴും ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഈ ഗ്രീൻ നെറ്റ് ഉണ്ട്, പിന്നെ ഗ്രീൻ നെറ്റ് ഇല്ലാതെ മൊത്തം വെയിലത്ത് വെച്ചേക്കുന്ന ചെടികളും ഉണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഒന്നും ഒരു വാട്ടവും ഇല്ലാതെ ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെമ്പരത്തി മുതൽ എല്ലാം വെരിഗേറ്റഡ് ആണ് ഈ ഒരു ഏരിയയിൽ. ഇത് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ അവരുടെ കളക്ഷനാണ്. ആ താമരയുടെ തന്നെ ചെറിയ പിന്നെ തൈകളൊക്കെ ഇവിടെയുണ്ട്, ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട്. ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അതായത് വാട്ടർ ഹയാന്തസ്, പിന്നെ പെനിവേർട്ട്, ഒത്തിരി ഇനം ആമ്പലുകൾ, ചെറിയ ഡക്ക് വീഡ്സ്, പിന്നെ അസോളാസ് എല്ലാം ഉണ്ട്. താമര തന്നെ ഹൈറ്റ് വെക്കുന്നതും ഹൈറ്റ് വെച്ച് ലീഫ് പോകുന്ന ടൈപ്പും അല്ലാത്തതും ഉണ്ട്. വാട്ടർ പോപ്പിയൊക്കെ മറ്റിടത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 100 രൂപയുടെയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒതുങ്ങാത്ത അത്രയും വിശേഷങ്ങളുണ്ട് ഇതിനോട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു ഭാഗം കംപ്ലീറ്റ് നോക്കും മോൺസ്റ്റെറ പ്ലാന്റ്സ് ആണ്. മോൺസ്റ്റെറ പ്ലാന്റ്സ് ഞാൻ എൻ്റെ ഒരു ഇതിൽ കൺസെപ്റ്റിൽ ഒരു 200-300 രൂപ ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 150 രൂപ മുതലുള്ള തൈകൾ മോൺസ്റ്റെറയുടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഇവരുടെ ഒരു അറേഞ്ചിങ് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേറ്റിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. അവിടെ ഒത്തിരി പ്ലാന്റ്സ് ഇപ്പോൾ ഡൈയിങ് പ്ലാന്റ്സിനെ എടുത്ത് വെച്ചിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പുതിയ പ്ലാന്റ്സിനെയൊക്കെ നനച്ച് വളർത്തുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. എന്നിട്ടാണെന്ന് തോന്നുന്നു സെയിലിന് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കുറച്ചുകൂടെ മാറിയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പോകാം, എല്ലാ ചെടികളും കാണാം. ഏത് ചെടി വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാലും അവർ നമുക്ക് അതിനനുസരിച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. നല്ല ഒരു പ്ലാന്റ് നഴ്സറിയാണിത്. പിന്നെ ഇവിടെയൊക്കെ തന്നെ ഒത്തിരി വേറെ ടൈപ്പ് കലാത്തിയാസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പപ്പായയുടെ തൈകളാണ് ഈ ചെറുതൊക്കെ കണ്ടത്. ഇതൊക്കെ 60, 120, 150 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫലവൃക്ഷങ്ങളുടെ തൈകളും ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഏരിയയിലേക്ക് അത്ര പോയിട്ടില്ല. മാവും പ്ലാവും എല്ലാം ഉണ്ട്. പിന്നെയൊക്കെ ഒത്തിരി ഗ്രാസ് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ബോർഡർ ഗ്രാസൊക്കെ ഒത്തിരി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ സ്പൈഡർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്, അതും അതിൻ്റെയൊക്കെ റേറ്റ് നോക്കിയിട്ടില്ല. അതൊക്കെ അത്ര റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പെൻറ്റാനസ് ഉണ്ട് ഒത്തിരി. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്ന ചെടികളായിരിക്കുമല്ലോ. സ്പൈഡർ പ്ലാന്റും സിങ്കോണിയംസും ഒന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. പപ്പായയുടെയൊക്കെ തൈകൾ, പിന്നെ കലാത്തിയ വലിയത്. ഇതൊരു റിയോയുടെ തന്നെ ഒരു ടൈപ്പാണ്, വേറൊരു ടൈപ്പ് റിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വാട്ടർ ബാംബൂസ്, നമ്മുടെ ലക്കി ബാംബൂസ്, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ പ്ലാന്റ്സ് എല്ലാം ഹാങ്ങിങ്. മണി പ്ലാന്റിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിലോഡെൻഡ്രോൺ ആണ് മെയിൻ ആയിട്ടുള്ളത്. അതാകുമ്പോൾ പിന്നെ ലോ മെയിൻ്റനൻസ് മതിയല്ലോ നമുക്ക്. ഈ കാണുന്നതിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ ഈ ഫലവൃക്ഷങ്ങളുടെ തൈകളൊക്കെയാണ്. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെയൊക്കെ വന്നപ്പോൾ തന്നെ ഗേറ്റിൽ തന്നെ കണ്ടായിരുന്നു വലിയൊരു പ്ലാന്റ്. അപ്പോൾ അതിലേക്ക് വാങ്ങാനുള്ളവർക്കൊക്കെ ആ ഒരു സെക്ഷനാണ്. ഞാൻ അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് വേറെ ടൈപ്പ് സിങ്കോൺ. ഇതൊക്കെ ആന്തൂറിയംസ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഇംഗ്ലീഷ് ഐവി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണയുള്ള പ്ലാന്റുകളും. താഴത്തോട്ട് മൊത്തം ആ മിൽക്കി ബാംബു, ആ ബാംബൂസാണ്. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബെർലമാക്സ് ആണ്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ബേസിക് ടൈപ്പും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മളിപ്പോൾ ആ യെല്ലോ ലൈൻസ് വരുന്ന സ്നേക്ക് പ്ലാന്റും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ റിയോ പ്ലാന്റ് പിന്നെ 90 റുപ്പീസ്. ഇത് ഈ ഒരു കളറുള്ള റിയോയ്ക്കാട്ടോ, റിയോ യെല്ലോ.
നമ്മളെപ്പോഴും കാണുന്ന കോമൺ റിയോയ്ക്ക് 90 ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇപ്പുറത്ത് റിയോ യെല്ലോ കാണുന്നുണ്ട്, ട്രൈ കളർ റിയോ ഉണ്ട്. ഇതൊക്കെ ഒത്തിരി ഗ്രാസ് ഐറ്റംസ് ആണ്. നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്രാസ്. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ ഒരു ബോഗൺവില്ലാസ് ഒക്കെയാണ്. അപ്പോൾ 150 ആണ് പെർ പോട്ട്. പക്ഷേ ഇപ്പോൾ 10 എണ്ണം എടുത്തതുകൊണ്ട് അവർ നമുക്ക് 125 വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. 125 വെച്ചിട്ട് ഇപ്പോൾ 10 ഇതിനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാം അത്യാവശ്യം ഫ്ലവേർഡാണ്. പിന്നെ അതിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങളും എല്ലാത്തിനെ പറ്റിയും അവർ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇവരുടെ ആ കോൺടാക്റ്റ് ഇവിടെ ഒന്നുകൂടെ ഇട്ടേക്കാം. അടുത്തൊക്കെ ഉള്ളവരെ വിളിച്ചിട്ട് ചെല്ലുക, അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.